കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ് റൂട്ടീൻസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു. അപ്പോൾ ഇനി സബ് റൂട്ടീൻസിൻ്റെ സ്റ്റോറേജ് ലേഔട്ട്സിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ലേഔട്ട്സാണ് സബ് റൂട്ടീൻസിൽ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സ്റ്റാക്ക് അലോക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ലേഔട്ട് എന്ന് പറയുന്നത് കോൾ സീക്വൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ്. ഇങ്ങനെ 2 മെത്തേഡിലുള്ള സ്റ്റോറേജ് അലോക്കേഷനാണ് നോർമലി സബ് റൂട്ടീൻസിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ലേഔട്ട് എന്ന് പറയുന്നത് സ്റ്റാക്ക് ലേഔട്ടാണ്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാരാമീറ്റേഴ്സ്, ലോക്കൽ വേരിയബിൾസ് എല്ലാം തന്നെ സ്റ്റാക്കിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. സോ അപ്പോൾ ഇവിടെ സബ് റൂട്ടീൻ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റാക്കിൽ സ്പേസ് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പാരാമീറ്റേഴ്സിനും ലോക്കൽ വേരിയബിൾസും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോർഷൻ ഓഫ് മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം വെനെവർ ഈച്ച് റുട്ടീൻ ഈസ് ഗിവൺ, ഓരോ റുട്ടീനും നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആവും. ഓക്കെ, സ്റ്റാക്ക് ടോപ്പിലായിട്ട് പുതിയൊരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ആവും. അതിനെ നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ് റുട്ടീനും നമ്മൾ കോൾ ചെയ്യുന്നതനുസരിച്ച് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ സബ് റുട്ടീന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു സ്റ്റാക്ക് ഫ്രെയിമിനെയാണ് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ആ ഫ്രെയിമിനകത്ത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും, റിട്ടേൺ വാല്യൂസ് ഉണ്ടായിരിക്കും, ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അതായത് അതിൻ്റെ റിട്ടേൺ അഡ്രസ്സ് ഏതാണ്, സേവ് ചെയ്തിരിക്കുന്ന രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ദെൻ ലോക്കൽ വേരിയബിൾസ് അതിനകത്ത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ദെൻ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേരുന്നതിനാണ് നമ്മൾ ആ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ ഒരു സബ് റൂട്ടീൻ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്റ്റാക്കിനകത്തുനിന്ന് ഈ പെർട്ടിക്കുലർ ഫ്രെയിമിനെ പോപ്പ് ചെയ്ത് കളയും. അതായത് ആ മെമ്മറി പിന്നീട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ അങ്ങ് കളയുവാണ് ചെയ്യുന്നത്. സോ അപ്പം എപ്പോഴാണോ ഒരു സബ് റൂട്ടീൻ കോൾ ആവുന്ന സമയത്ത് സ്റ്റാക്കിൽ പുതിയൊരു ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ആ സബ് റൂട്ടീൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് അത് തിരിച്ചു പോകുന്ന സമയത്ത് അതിനെ പോപ്പ് ചെയ്ത് കളയുകയും ചെയ്യും. സോ അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റാക്ക് ലേഔട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോലെ ഒരു പ്രൊസീജിയറിൻ്റെ കേസ് നോക്കാം. നമ്മളിപ്പോൾ മെയിൻ പ്രോഗ്രാമിൽ നിൽക്കുകയാണ്. മെയിൻ പ്രോഗ്രാമിനകത്തുനിന്ന് ഒരു എ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്തു. എ എന്ന് പറയുന്ന പ്രൊസീജിയറിനകത്ത് ബിനെ കോൾ ചെയ്യുന്നു. ബിക്കകത്ത് ദെൻ ഒരു ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ ഇറ്റ് ഈസ് കോളിങ് അഗെയിൻ ബി ഓർ സി. ഇങ്ങനെ ഒരു രീതിയിലാണ് ഒരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളപ്പോൾ സ്റ്റാക്ക് എടുക്കുന്നു. സ്റ്റാക്ക് എടുക്കുമ്പോൾ ഇവിടെ 2 പോയിൻറ്റേഴ്സ് ഉണ്ട്. സ്റ്റാക്ക് പോയിൻറ്ററും ഉണ്ട്, ഫ്രെയിം പോയിൻറ്ററും ഉണ്ട്. സ്റ്റാക്ക് പോയിൻറ്റർ പോയിൻ്റ് ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിനെ പോയിൻ്റ് ചെയ്യും. ഓക്കെ, ഫ്രെയിം പോയിൻറ്റർ പോയിൻ്റ് ചെയ്യുന്നത് ഇപ്പം ആക്റ്റീവായിട്ടുള്ള സബ് റൂട്ടീൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിനെ പോയിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിൻ്റ് ചെയ്യും. ഫ്രെയിം പോയിൻ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സബ് റൂട്ടീൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിനെ പോയിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രെയിമിനെ പോയിൻ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ഈ ഇതിൻ്റെ സ്റ്റാക്കിൻ്റെ ഡയറക്ഷൻ ഓഫ് ഗ്രോത്ത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഇനിഷ്യലി സ്റ്റാക്ക് കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആയിരിക്കും. സോ മെയിൻ പ്രോഗ്രാം കോൾ ചെയ്യുന്ന സമയത്ത് മെയിൻ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ എ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്ന സമയത്ത് എ എന്ന് പറയുന്ന സബ് റൂട്ടീന് ആവശ്യമായിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ്സ് ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ദെൻ അടുത്ത് എക്കകത്തു നിന്ന് ബീനെ കോൾ ചെയ്യുന്ന സമയത്ത് ദെൻ അഗെയിൻ എന്ത് ചെയ്യും, ആ സ്റ്റാക്കിലേക്ക് ബിയുടെ ഫ്രെയിം പുഷ് ചെയ്യും. ദെൻ സി കോൾ ചെയ്യുന്ന സമയത്ത് സിയുടെ ഫ്രെയിം പുഷ് ചെയ്യും. ഡി കോൾ ചെയ്യുന്ന സമയത്ത് ഡിയുടെ ഫ്രെയിം പുഷ് ചെയ്യും. ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് സ്റ്റാക്കിൽ ടോപ്പായിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഓരോ സബ് റൂട്ടീനിൻ്റെയും ഫ്രെയിം ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ആ റുട്ടീൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്ത് വന്നിട്ടുണ്ട്, എന്തൊക്കെ ടെമ്പററി വാല്യൂസ് അത് യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പോർഷനുണ്ട്. ദെൻ ലോക്കൽ വേരിയബിൾസ് സ്റ്റോർ ചെയ്യാനുള്ള പോർഷൻ. ദെൻ മിസ്ലേനിയസ് ആയിട്ടുള്ള ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ. ഈ ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സബ് റൂട്ടീനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് തിരിച്ച് ഇവിടോട്ട് തന്നെ വരണ്ടേ. അപ്പോൾ തിരിച്ച് വരാനായിട്ട് ഒരു അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് അതിനെയാണ് നമ്മൾ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന രജിസ്റ്റർ വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾ വാല്യൂസ് എല്ലാം നമ്മൾ റീറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്രൊസീജിയറിലേക്ക് പോകാനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്ക് കീപ്പിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ റിട്ടേൺ അഡ്രസ്സ്. റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ തിരിച്ച് പോകാനുള്ള അഡ്രസ്സ് ഏതാണോ അത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രെയിം പോയിൻ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്.
ഫ്രെയിം പോയിൻ്ററിലല്ല, ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇനി ഓരോ തവണ നമ്മൾ റുട്ടീൻ കോൾ ചെയ്യുന്ന സമയത്തും ഒരു പുതിയ ഫ്രെയിം സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും, റിട്ടേൺ വാല്യൂസ് ഉണ്ടായിരിക്കും, ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, ലോക്കൽ വേരിയബിൾസ് ഉണ്ടായിരിക്കും, ദെൻ അതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസും ഉണ്ടായിരിക്കും. എനിവേ നമ്മുടെ സബ് റുട്ടീൻ ഫ്രെയിമിനകത്ത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. എസ് പി എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിൻ്റ് ചെയ്യുന്നു. എഫ് പി എന്ന് പറയുന്നത് അഡ്രസ് വിത്തിൻ ദ ടോപ്പ് ഫ്രെയിം. ടോപ്പ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സബ് റുട്ടീനിൻ്റെ കറസ്പോണ്ടിങ് ഫ്രെയിമിനെയാണ് നമ്മൾ ടോപ്പ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിനകത്തേക്കുള്ള ഒരു അഡ്രസ്സിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതാണ് ഈ ഫ്രെയിം പോയിൻ്റർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ നോൺ ലോക്കൽ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിക് ലിങ്ക്സോ അല്ലെങ്കിൽ ഡൈനാമിക് ലിങ്ക്സോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റാറ്റിക് സ്കോപ്പിംഗ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിൽ സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് സ്കോപ്പിംഗ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിൽ ഡൈനാമിക് ലിങ്കും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റാക്കിനകത്താണ്. ഡൈനാമിക് ലിങ്ക് അലോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രെയിം പോയിൻ്ററിനെ കോൾ ചെയ്ത സ്റ്റാക്കിൻ്റെയൊക്കെ ലീനിയർലി താഴേക്ക് നമുക്കിങ്ങനെ ആക്സസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഡൈനാമിക് ലിങ്ക്സ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ റിട്ടേൺ അഡ്രസ്സ് വരുന്ന ആ ഒരു കേസിനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്ക് ആയിട്ട് പറയുന്നത്. സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം പോയിൻ്ററിനകത്ത് അതിൻ്റെ ലെക്സിക്കൽ വ്യൂ പോയിൻറ്റിലേക്ക് നമുക്ക് ട്രാൻസിഷൻ അല്ലെങ്കിൽ വാക്ക് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ ലോക്കൽ വേരിയബിൾസോ അല്ലെങ്കിൽ ആ ഫ്രെയിമിനകത്തുള്ള എന്തെങ്കിലും ഇൻഫർമേഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ലിങ്ക്സ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റാക്ക് ഫ്രെയിമിനകത്തും റെഫറൻസ് ടു ദ ഫ്രെയിം ഓഫ് ദി ലെക്സിക്കലി സറൗണ്ടിങ് സബ് റുട്ടീൻ കോൾഡ് ദ സ്റ്റാറ്റിക് ലിങ്ക്. ലെക്സിക്കലി അതിൻ്റെ സറൗണ്ടിങ് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു സബ് റുട്ടീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഓരോരോ സബ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സറൗണ്ടിങ്ങിനെ തമ്മിൽ റെഫർ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ലിങ്കിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു സബ് റുട്ടീൻ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മൾ ഇഫ് ദെൻ എൽസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഐട്രേഷൻ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ആ ഒരു ലിങ്ക് ആവശ്യമുണ്ട്, എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെയൊക്കെ റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്. അതേസമയം ഡൈനാമിക് ലിങ്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്താണ്, സബ് റുട്ടീൻ കോൾ ചെയ്തെടുത്തൊന്ന് തിരിച്ചു പോകണം അല്ലേ. സബ് റുട്ടീൻ കോൾ ചെയ്ത് വന്നെടുത്തോട്ട് തിരിച്ചു പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിട്ടേൺ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതാണ് ഡൈനാമിക് ലിങ്കായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക്സ് മേ ഓർ മേ നോട്ട് ബി ദ സെയിം. ഒന്നുകിൽ സെയിം, ചിലപ്പോൾ ചില കേസസിൽ സെയിം ആവാം, ചില കേസസിൽ സെയിം ആവില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയൊക്കെയാണ്, കറണ്ട് റുട്ടീനെ എവിടെ നിന്നാണ് കോൾ ചെയ്തത്, അതിൻ്റെ ലെക്സിക്കൽ സറൗണ്ടിങ് റുട്ടീൻ എന്താണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റുട്ടീനിൽ നിന്ന് നെസ്റ്റ് ആയിട്ട് വന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ലിങ്ക്, ഈ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക് സെയിം ആവണോ വേണ്ടതെന്നുള്ളത് വരുന്നത്. സോ അപ്പം ഇങ്ങനെ വരുന്നതാണ് സ്റ്റാറ്റിക് ലിങ്ക്സും ഡൈനാമിക് ലിങ്ക്സും. ഓക്കെ, ഇപ്പം ഫ്രെയിം പോയിൻ്റർ ഇപ്പം എ കോൾ ചെയ്തു, ഇനെ കോൾ ചെയ്തു, ഈ ബീനെ കോൾ ചെയ്തു, ഡീനെ കോൾ ചെയ്തു, ഇങ്ങനെ നമുക്കറിയാമല്ലോ ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. സോ അപ്പോൾ സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഇത് സബ് റൂട്ടീനിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലോക്കൽ വേരിയബിളോ അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിളോ ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു റെഫറൻസ് ആയിരിക്കും. അതേസമയം ഡൈനാമിക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡീനെ കോൾ ചെയ്തത് സീനെ കോൾ ചെയ്തത് ഡി ആണ്, അപ്പോൾ അത് തിരിച്ചു വരേണ്ടത് എങ്ങോട്ടേക്കാണ്, ഡിയിലേക്കാണ്. അപ്പോൾ ആ ഒരു ലിങ്കിനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക്സ് എന്ന് പറയുന്നത്. ഇനി സബ് റുട്ടീൻ ഫ്രെയിം അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് ഓരോ സബ് റുട്ടീനും സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ഇത്രയും മെമ്മറി ലൊക്കേഷൻസാണ് അല്ലെങ്കിൽ ഇത്രയും കാറ്റഗറി ഓഫ് മെമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടെമ്പററി സ്റ്റോറേജ്, അതായത് എക്സ്പ്രഷൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് അതിൻ്റെ റിസൾട്ട്സ് സ്റ്റോർ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കുറച്ച് പോർഷൻ ഓഫ് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലോക്കൽ വേരിയബിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് പോർഷൻ ഓഫ് മെമ്മറി, ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ, അതായത് മുമ്പേ ഉള്ള
ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന, അതായത് ഈ സബ് റൂട്ടീൻ കോൾ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന CPU രജിസ്റ്റേഴ്സിൻ്റെയൊക്കെ സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ. ദെൻ റിട്ടേൺ അഡ്രസ്സ്, തിരിച്ചു പോകേണ്ട അഡ്രസ്സ്, സബ് റൂട്ടീനകത്തുള്ള ആർഗ്യുമെൻറ്റ്സും അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂസും ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു പോർഷൻ. ഇങ്ങനെ ഡിഫറെൻറ്റ് പോർഷൻസ് ആയിട്ട് സബ് റൂട്ടീൻ ഫ്രെയിമിനകത്ത് നമ്മൾ അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സബ് റൂട്ടീൻ ഫ്രെയിം അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡ്സ് ആർ യൂസ് ടു സ്റ്റോർ ഓൾ റിലേറ്റഡ് ഇൻഫർമേഷൻ ഫോർ ദി എക്സിക്യൂഷൻ ഓഫ് എ സബ് റൂട്ടീൻ. ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിലേറ്റഡ് ഇൻഫർമേഷനും ചേരുന്നതാണ് ആക്ടിവേഷൻ റെക്കോർഡ്. ഓക്കെ, ഇനി ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഫ്രെയിം ആദ്യം സെറ്റപ്പ് ചെയ്യണം. ഫ്രെയിം സെറ്റപ്പ് ചെയ്ത് അതിനകത്തുള്ള ചില ഫീൽഡ്സൊക്കെ ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു സബ് റൂട്ടീൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് ഫോമൽ ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഇനിഷ്യലൈസേഷനകത്ത് വരുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമല്ല നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ യൂസ് ചെയ്ത് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സിക്യൂഷൻ, അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കുന്ന ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ എല്ലാം ഫോമൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ദെൻ ഇതെല്ലാം നമ്മളൊരു കോളിംഗ് സീക്വൻസ് വഴിയാണ് ചെയ്യുന്നത്. ദിസ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എ സബ് റൂട്ടീൻ ടു സെറ്റപ്പ് ദ ഫ്രെയിം. ആ ഫ്രെയിം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതെന്ന് പറയുന്നത് സബ് റൂട്ടീൻ കോൾ ചെയ്യുന്നതിന് മുമ്പും ഉണ്ടാവും അതിന് ശേഷവും ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ കോളിംഗ് സീക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റാക്ക് ലേഔട്ട് പഠിച്ചു, ദെൻ കോളിംഗ് സീക്വൻസ്. സ്റ്റാക്ക് ലേഔട്ടിനകത്ത് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന ആ ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ സബ് റൂട്ടീൻ കോൾ സ്റ്റാക്ക്. സബ് റൂട്ടീൻ കോൾ സ്റ്റാക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കോളിംഗ് സീക്വൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇതിനകത്ത് 3 കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് റൂട്ടീൻ കോൾ ചെയ്തതിൻ്റെ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ടുള്ള കോഡ്. ഓക്കെ, സബ് റൂട്ടീൻ the code executed by the caller immediately before and after a subroutine call. അതാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. രണ്ടാമത്തെ കമ്പോണൻറ്റ് പ്രോലോഗ് എന്നാണ് അറിയപ്പെടുന്നത്, വിച്ച് ഇസ് ദ കോഡ് എക്സിക്യൂട്ടഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി സബ് റൂട്ടീൻ. സബ് റൂട്ടീൻ്റെ ബിഗിനിങ്ങിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന കോഡിനെയാണ് നമ്മൾ പ്രോലോഗ് എന്ന് പറയുന്നത്. അതുപോലെ എൻഡ് ഓഫ് ദി എക്സിക്യൂഷൻ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി സബ് റൂട്ടീനിന് ശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിനെയാണ് എപ്പിലോഗ് എന്ന് പറയുന്നത്. ഈ 3 കമ്പോണൻസ് ചേരുന്നതാണ് ഒരു കോളിംഗ് സീക്വൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പ്രോഗ്രാം റൺ ചെയ്ത് വരുവാണെന്ന് വിചാരിക്കാം. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സബ് റൂട്ടീൻ കോൾ വന്നു. ഫൂ എന്ന് പറയുന്ന ഒരു ഫങ്ഷനിലേക്കുള്ള കോളാണിത്. ആ കോള് വരുന്ന സമയത്ത് ഓക്കെ, ആ കോളിന് തൊട്ട് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് കോളിംഗ് സീക്വൻസ് കോഡ്. അതുപോലെ തന്നെ ആ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് വന്നതിന് ശേഷവും കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി, ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സബ് റൂട്ടീൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ സബ് റൂട്ടീൻ എക്സിക്യൂഷനിലേക്ക് പോകുമല്ലോ. എക്സിക്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എക്സിക്യൂഷൻ, അതിൻ്റെ ബോഡി എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കോഡ് ഓഫ് ഇൻഫർമേഷൻസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനെ പ്രോലോഗ് കോഡ് എന്ന് പറയുന്നു. ദെൻ അതിന് ശേഷമാണ് നമ്മൾ സബ് റൂട്ടീൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷവും കുറച്ച് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിനെയാണ് എപ്പിലോഗ് കോഡ് എന്ന് പറയുന്നത്. ദെൻ അതും കഴിഞ്ഞാണ് ഇത് തിരിച്ചിവിടെ വന്ന് കോളിംഗ് സീക്വൻസ് കോഡിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സബ് റൂട്ടീൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇനി ഈ പ്രോലോഗ് കോഡിലും എപ്പിലോഗ് കോഡിലും ഒക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്ന ടേം റെഫർ ചെയ്യുന്നത് കമ്പൈൻഡ് ഓപ്പറേഷൻസ് ഓഫ് ദി കോളർ, പ്രോലോഗ് ആൻഡ് ദി എപ്പിലോഗ്. ഓക്കെ, കോളർ പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്, ദെൻ പ്രോലോഗ് അതായത് ഫങ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫങ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ എപ്പിലോഗ്. ഇതെല്ലാം ചേരുന്നതിനെയാണ് നോർമലി ഈ കോളിംഗ് സീക്വൻസ് എന്നുള്ള ടേം കൊണ്ട് റെഫർ ചെയ്യുന്നത്. ഇനി മെയിൻ്റനൻസ് ഓഫ് ദി സബ് റൂട്ടീൻ കോൾ സ്റ്റാക്ക് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കോളിംഗ് സീക്വൻസ്. കോളിംഗ് സീക്വൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സബ് റൂട്ടീൻ കോൾ സ്റ്റാക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സോ ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആ ഒരു സബ് റൂട്ടീനിലേക്ക് കയറുന്ന സമയത്ത് ഓൺ ദ വേ ഇൻ
അതിലേക്ക് കയറുന്ന സമയത്ത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കണം, റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കണം, പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. കാരണം ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏതിൻ്റെയാണ്, ആ ഒരു പെർട്ടിക്കുലർ സബ് റൂട്ടീൻ്റെ ബോഡിയാണ്. അപ്പോൾ ആ ബോഡിയിലുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ആയിരിക്കണം ഇനി പ്രോഗ്രാം കൗണ്ടർ പോയിൻ്റ് ചെയ്യേണ്ടത്. അതുപോലെ സ്റ്റാക്ക് പോയിൻ്ററിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സേവ് രജിസ്റ്റേഴ്സ്, ഓവർ റൈറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള രജിസ്റ്റേഴ്സിനെ നമ്മൾ സേവ് ചെയ്ത് അതിൻ്റെ വാല്യൂ സേഫ് ആക്കണം. ദെൻ ഫ്രെയിം പോയിൻ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് പുതിയ ഫ്രെയിമിലേക്ക് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. ദെൻ അതുപോലെ തന്നെ പുതിയ ഫ്രെയിമിലേക്ക് കുറച്ച് ഇനിഷ്യലൈസേഷൻ കോഡ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും പുതിയ ഒബ്ജക്ട്സിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് വെച്ചിട്ട് ഫോർമൽ പാരാമീറ്റേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ആ ഒരു സബ് റൂട്ടീനിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ സബ് റൂട്ടീനിൽ പുറത്ത് പോകുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, റിട്ടേൺ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കണം, അല്ലേ? പാസിങ് റിട്ടേൺ പാരാമീറ്റേഴ്സ് ഓർ വാല്യൂസ് റിട്ടേൺ, അതായത് ഫംഗ്ഷനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വാല്യൂ റിസൾട്ട് തിരിച്ചു കൊണ്ടുപോകാനുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കണമല്ലോ. ദെൻ ഫൈനലൈസേഷൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. ലോക്കൽ ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടുള്ള ഫൈനലൈസേഷൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോക്കൽ വേരിയബിൾസിൻ്റെ സ്കോപ്പ് അവിടെ വെച്ച് തീരുവാണ്. അപ്പം അതിൻ്റെ ഡിഅലോക്കേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ദെൻ സ്റ്റാക്ക് ഫ്രെയിമിനെ ഡിഅലോക്കേറ്റ് ചെയ്യണം. ദെൻ റീസ്റ്റോറിങ് രജിസ്റ്റേഴ്സ്, നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് എല്ലാം റീസ്റ്റോർ ചെയ്യണം. പിന്നെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ റീസ്റ്റോർ ചെയ്യണം. അതാണ് നമ്മുടെ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രൊസീജിയറിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഓൺ ദ വേ ഇൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ചെയ്യുന്ന സീക്വൻസിനെയാണ് നമ്മൾ പ്രോലോഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് എപ്പിലോഗ്. ഇതിനകത്ത് കുറച്ച് ടാസ്ക്, സം ഓഫ് ദീസ് ടാസ്ക് മസ്റ്റ് ബി പെർഫോംഡ് ബൈ ദി കോളർ. ആരാണോ ഈ സബ് റൂട്ടീനെ കോൾ ചെയ്യുന്നത് ആ ഫങ്ഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതായത് പാരാമീറ്റർ പാസിംഗ് ഒക്കെ ചെയ്യുന്നത് കോളർ ഫങ്ഷൻ ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫങ്ഷൻ തന്നെ ഒരേ ഫംഗ്ഷനെ ഒന്നിലധികം തവണ ചിലപ്പോൾ കോൾ ചെയ്തെന്നിരിക്കും, അല്ലേ? അതിനകത്ത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കോളർ ഫോർ പാസിങ് ദ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും പാരാമീറ്റർ പാസിങ് മിക്കപ്പോഴും ചെയ്യുന്നത് ആര് തന്നെയാണ്? കോളർ ഫംഗ്ഷൻ തന്നെയാണ്. ദെൻ ബാക്കി പ്രോസസ്സുകളെല്ലാം എയ്തർ കോളർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ദ കോളി ഫംഗ്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഇനി കോളി ഫംഗ്ഷനാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് സ്പേസ് മാക്സിമം സേവ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. എനിത്തിങ് ഡൺ ഇൻ കോളി അപ്പിയേഴ്സ് ഓൺലി വൺസ് ഇൻ ദ ടാർഗറ്റ് പ്രോഗ്രാം. കോളി ഫംഗ്ഷൻ ചെയ്യുന്ന എന്ത് തന്നെയാണെങ്കിലും അത് ടാർഗറ്റ് പ്രോഗ്രാമിൽ ഒരേ ഒരു തവണ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി കോളർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ ഫൈനൽ കമ്പൈൽഡ് കോഡിനകത്ത് അതിന് മുമ്പും പിന്നുമായിട്ട് ഓരോ ഫംഗ്ഷൻ കോളിന് മുന്നിലും പിന്നിലുമായിട്ട് ഓരോ തവണയും ആ കോളർ ഫംഗ്ഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ടാർഗറ്റ് പ്രോഗ്രാമിൽ അപ്പിയർ ആവും. ഇനി സേവിങ് ആൻഡ് റീസ്റ്റോറിങ് രജിസ്റ്റേഴ്സ്, അതൊരു അതിനകത്തുള്ള ഒരു ടാസ്ക്കാണ്, അല്ലേ? നമ്മൾ ഓവർ റൈറ്റ് ആയി പോകാൻ ചാൻസ് ഉള്ള രജിസ്റ്റർ വാല്യൂസ് എല്ലാം സേവ് ചെയ്യണം. അതുപോലെ തിരിച്ചു വരുന്ന സമയത്ത് അതിനെ റീസ്റ്റോർ ചെയ്ത് എടുക്കുകയും വേണം. അപ്പോൾ അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, some registers such as SP and FP are clearly different in and out of a subroutine. ഇപ്പം നമ്മുടെ സ്റ്റാക്ക് പോയിൻ്ററും ഫ്രെയിം പോയിൻ്ററും എല്ലാം ഇൻ ആൻഡ് ഔട്ട് ഒരു സബ് റൂട്ടീനകത്തേക്ക് കയറുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും ഡിഫറെൻ്റ് ആണ്. സോ അങ്ങനെ വരുന്ന കേസസിൽ ഇപ്പം ഒരു മെയിൻ പ്രോഗ്രാമുണ്ട്. ഈ മെയിൻ പ്രോഗ്രാമിനകത്ത് ഒരു രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, R1 രജിസ്റ്റർ. ആ R1 രജിസ്റ്ററിനകത്ത് ഉള്ള വാല്യൂ 10 ആണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ. ദെൻ അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷനകത്തും സെയിം രജിസ്റ്റർ R1 യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദാറ്റ് വാല്യൂ ഈസ് അസൈൻഡ് ആസ് 20. ഓക്കെ, എന്നിട്ട് അവിടുന്ന് റിട്ടേൺ ചെയ്ത് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം R1ൻ്റെ വാല്യൂ R2യിലേക്ക് അസൈൻ ചെയ്യാനും പറയുന്നുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇവിടെ R1 റെഫർ ചെയ്യുന്നത് 10 എന്നുള്ള വാല്യൂവിനെയാണ്. ഇത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എങ്കിൽ നമ്മൾ ഈ ഫൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ R1ലുള്ള വാല്യൂവിനെ സേവ് ചെയ്ത് വെക്കണം.
അതുപോലെ ഇവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആ R1ൻ്റെ വാല്യൂ റീസ്റ്റോർ ചെയ്ത് എടുക്കുകയും വേണം. അപ്പം അത് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ R2ലേക്ക് കോപ്പി ചെയ്യുന്ന വാല്യൂ ഈ 20 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം സേവിങ്ങും റീസ്റ്റോറിങ്ങും ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലം ഇതാണ്. ഇനി സേവിങ് ആൻഡ് റീസ്റ്റോറിങ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ കോളിംഗ് സീക്വൻസിൽ കോളർ തന്നെ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പം മെയിൻ പ്രോഗ്രാമിനകത്ത് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ടെമ്പററി രജിസ്റ്ററിലോട്ട് R1ൻ്റെ വാല്യൂ സേവ് ചെയ്ത് വെക്കുന്നു. ദെൻ അതിന് ശേഷം ആ ഫംഗ്ഷന് കോൾ ചെയ്യുന്നു. തിരിച്ചു വന്നതിന് ശേഷം ആ T1-ലുണ്ടായിരുന്ന വാല്യൂവിനെ നേരെ R1ലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ കോൾ ചെയ്യുന്നതിന് മുന്നേ ചെയ്തു. ഇവിടെ കോൾ എന്ത് ചെയ്തു? സ്വന്തം ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ സ്റ്റെപ്പ് ചെയ്യുന്നു. R1ലെ വാല്യൂ T1ലേക്ക് അസൈൻ ചെയ്ത് വെക്കുന്നു. അതുപോലെ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് T1ലെ വാല്യൂ R1ലേക്ക് റീസ്റ്റോർ ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ചെയ്യുന്ന ഇതിനെ നമ്മൾ പ്രോലോഗ് എന്നും അവസാനം ചെയ്യുന്നതിന് എപ്പിലോഗ് എന്നും പറയുന്നു. സേവിങ് ആണ് പ്രോലോഗ്, അതുപോലെ റീസ്റ്റോറിങ് ആണ് എപ്പിലോഗ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ. ദെൻ അതുപോലെ തന്നെ ഒരു ടിപ്പിക്കലായിട്ടുള്ള കോളിംഗ് സീക്വൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാക്ക് പോയിൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അൺയൂസ്ഡ് ലൊക്കേഷനെ ആയിരിക്കും. സ്റ്റാക്കിലേക്കുള്ള ഫസ്റ്റ് അൺയൂസ്ഡ് ലൊക്കേഷനായിരിക്കും ഒരു സ്റ്റാക്ക് പോയിൻ്റ് ചെയ്യുന്നത്. ഓർ ദ ലാസ്റ്റ് യൂസ്ഡ് ലൊക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദി കമ്പൈലർ ആൻഡ് മെഷീൻ. അതല്ലെങ്കിൽ ലാസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഏത് തന്നെയാണെങ്കിലും ടോപ്പ് ഓഫ് ദ സ്റ്റാക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓരോ കമ്പൈലറിനെയും മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. ഫ്രെയിം പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ലൊക്കേഷൻ നിയർ ദി ബോട്ടം ഓഫ് ദി ഫ്രെയിമിൻ്റെ ബോട്ടം ലൊക്കേഷനും അടുത്തായിട്ടുള്ള ഒരു ലൊക്കേഷനെ ആയിരിക്കും ഫ്രെയിം പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത്. സ്പേസ് ഫോർ ഓൾ ആർഗ്യുമെൻറ്റ്സ് ഈസ് റിസർവ്ഡ് ഇൻ ദ സ്റ്റാക്ക്. എല്ലാ ആർഗ്യുമെൻറ്റ്സിനും വേണ്ടിയിട്ടുള്ള സ്പേസ് അവിടെ റിസർവ്ഡ് ആണ് സ്റ്റാക്കിനകത്ത്. ഈവൻ ഇഫ് ദ കമ്പൈലർ പാസസ് സം ഓഫ് ദം ഇൻ രജിസ്റ്റേഴ്സ്, ദ കോളി വിൽ നീഡ് എ പ്ലേസ് ടു സേവ് ദം ഇഫ് ഇറ്റ് കോൾസ് എ നെസ്റ്റഡ് റൂട്ടീനായിട്ടാണ് വരുന്നതെങ്കിൽ അതിന് സെപ്പറേറ്റ് സ്പേസ് ഓരോ തവണയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ടിപ്പിക്കൽ കോളിംഗ് സീക്വൻസ് ഇങ്ങനെയാണ്. നമ്മൾ നോർമലി ഇത് കോളിയുടെ ഫ്രെയിം വരുന്നു. ഓക്കെ, കോളിയുടെ ഫ്രെയിമിന് മുകളിലായിട്ടാണ് നമ്മൾ ഇത് കോളറുടെ ഫ്രെയിമും ഇത് കോളിയുടെ ഫ്രെയിമും. ഇപ്പോൾ മെയിൻ പ്രോഗ്രാം ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ ഇത് മെയിൻ പ്രോഗ്രാമിൻ്റെ കറസ്പോണ്ടിങ് ഫ്രെയിം, ഇത് അതിൻ്റെ സബ് റൂട്ടീൻ ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഈ കോളർ ആദ്യം എന്ത് ചെയ്യണം? ആർഗ്യുമെൻറ്റ്സ് അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ് സേവ് ചെയ്യുന്നത്? ആ കോളിംഗ് പ്രോഗ്രാം തന്നെയാണ്, അതിൻ്റെ തന്നെ സ്വന്തം ഫ്രെയിമിലാണ് സേവ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം കോളി ഫ്രെയിമിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ് സ്റ്റാക്ക് ടോപ്പിലേക്ക് ഇൻസേർട്ട് ആവും. ആ ഇൻസേർട്ട് ആവുന്നതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ആർഗ്യുമെൻറ്റ്സ്, ടെമ്പററീസ്, ലോക്കൽ വേരിയബിൾസ്, സേവ്ഡ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ലിങ്ക്സ്, സേവ്ഡ് ഫ്രെയിം പോയിൻ്റർ, ദെൻ റിട്ടേൺ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഫ്രെയിം പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? ഈ റിട്ടേൺ അഡ്രസ്സിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത് ഇനിഷ്യലി. ദെൻ സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ഇനി അടുത്ത് എവിടേക്കാണോ നമുക്ക് ആക്ടിവേഷൻ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഇനി ഒരു സബ് റൂട്ടീൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കോളിംഗ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ പറയുന്നത്. ആദ്യം സബ് റൂട്ടീൻ ഫ്രെയിം സെറ്റപ്പ് ചെയ്യണം. ദെൻ പാരാമീറ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്ത് ആ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്ത് കൊടുക്കണം. റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യണം. രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് സേവ് ചെയ്യണം. SP ആൻഡ് ഫ്രെയിം പോയിൻ്റർ വാല്യൂസിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. PC പ്രോഗ്രാം കൗണ്ടർ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ദെൻ ഇനിഷ്യലൈസേഷൻ കോഡ് അപ്ലൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് സബ് റൂട്ടീൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് ചെയ്യേണ്ടത്. ആഫ്റ്റർ ദ സബ് റൂട്ടീൻ കോഡ് ഈസ് എക്സിക്യൂട്ടഡ്, സബ് റൂട്ടീൻ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ സബ് റൂട്ടീൻ ഫ്രെയിം റിമൂവലായിട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്
ആദ്യം റിട്ടേൺ റിസൾട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ വാല്യൂസ് എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ അതിനെ പാസ് ചെയ്ത് കൊടുക്കണം. ദെൻ ലോക്കൽ ഒബ്ജക്ട്സിൻ്റെ ഫൈനലൈസേഷൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അതായത് അതിൻ്റെ ഡിയലൊക്കേഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കണം. സ്റ്റാക്ക് ഫ്രെയിം ഡിയലൊക്കേഷൻ ചെയ്യണം. ദെൻ സേവ് ചെയ്ത് വെച്ചേക്കുന്ന രജിസ്റ്റർ വാല്യൂസും പ്രോഗ്രാം കൗണ്ടർ വാല്യൂസും എല്ലാം റീസ്റ്റോർ ചെയ്ത് എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കോളർ ഫംഗ്ഷൻ ചെയ്യും, ബാക്കി കാര്യങ്ങൾ കോളർ ഫംഗ്ഷനോ അല്ലെങ്കിൽ കോളി ഫംഗ്ഷനും കൂടി ചേർന്ന് ചെയ്യും. ഇനി ഇൻലൈൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ അല്ലെങ്കിൽ മിക്കവാറുമുള്ള ലാംഗ്വേജസിലെല്ലാം തന്നെ ഇതുള്ളതാണ്. പ്രോഗ്രാമറിന് തന്നെ നമുക്ക് ഈ സബ് റൂട്ടീനെ ഇൻലൈനായിട്ട് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാക്ക് ഓവർ ഹെഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാക്രോ പോലെയാണ്. അതായത് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് ചെയ്ത് വരുന്നതിന് പകരമായിട്ട് ആ പെർട്ടിക്കുലർ സബ് റൂട്ടീൻ കോളിനെ റീപ്ലേസ് ചെയ്ത് ആ സബ് റൂട്ടീനിൻ്റെ ബോഡി കൊണ്ടുവന്ന് വെക്കുന്ന പ്രോസസ്സാണ് ഇൻലൈൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ അവിടെ സ്റ്റാക്കും കാര്യങ്ങളും ഒന്നും ആവശ്യം വരില്ല. ഫ്രെയിം ആക്ടിവേഷൻ റെക്കോർഡും ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ബോഡി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെക്കുന്നു. അപ്പോൾ ടാർഗറ്റ് പ്രോഗ്രാം അതിനനുസരിച്ച് കുറച്ച് വലുതാകും എന്നുള്ള കാര്യം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അത് നമ്മൾ മിക്കവാറും ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെല്ലാം തന്നെ പ്രോഗ്രാമറിന് തന്നെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇന്ന സബ് റൂട്ടീൻ ഇന്ന ഫംഗ്ഷനെ ഇൻലൈൻ കോഡായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ C++ൽ C99 പിന്നെ C++ൽ നമ്മൾ നോർമലി കൊടുക്കുന്നത് ഇൻലൈൻ എന്നുള്ള ഒരു കീവേഡാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതുന്നതിന് മുന്നേ ആയിട്ട് ഇൻലൈൻ കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ നോർമൽ ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യരുത്, ഇൻലൈൻ ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പം എവിടെയാണോ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ പോർഷനിൽ പോയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുപോയി റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് കൺട്രോൾ പാസ് ചെയ്ത് വരത്തില്ല. ഇനി അഡ ലാംഗ്വേജിലാണെങ്കിൽ ഇതുപോലെ സിമിലർ തന്നെയാണ്, പക്ഷേ കീവേഡിൽ ചെറിയ വ്യത്യാസമുണ്ട്. പ്രാഗ്മ ഇൻലൈൻ എന്നുള്ള കീവേഡാണ് കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം ഫംഗ്ഷൻ്റെ പേരും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻലൈനായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോറേജ് ലേഔട്ടിനെ കുറിച്ച് പറയുന്നത്. അതായത് സബ് റൂട്ടീൻ്റെ സ്റ്റോറേജ് ലേഔട്ടാണ്. അപ്പോൾ ഫ്രെയിം പോയിൻ്റർ ക്രിയേറ്റ് ചെയ്ത് ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നതും അതെങ്ങനെയൊക്കെയാണ് വരുന്നത്, പിന്നെ അത് എങ്ങനെയാണ് കോളിംഗ് സീക്വൻസ്. രണ്ടാമത് പറഞ്ഞത് കോളിംഗ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.